മഹാഭാരതത്തിൽ ഏറ്റവും ശക്തനായ യോദ്ധാവ് ആരാണ്? അർജുനൻ, ഭീഷ്മർ, കർണൻ, ഭീമൻ, അങ്ങനെ പല പേരുകളും നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോകാം. ഇവരൊന്നും ആ മഹായോദ്ധാവിന് സമാനൻ ആകുന്നില്ല. ആ മഹായോദ്ധാവ് യുദ്ധത്തിനൊരുങ്ങിയാൽ അദ്ദേഹത്തെ എതിർത്ത് ജയിക്കണമെങ്കിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരനോ അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീനാരായണനോ മാത്രമേ സാധിക്കുകയുള്ളൂ. ദുര്യോധനന്റെ ബുദ്ധിശൂന്യതയിൽ ആ ഒരു അജയ്യനായ യോദ്ധാവിനെ ആരും തന്നെ അറിയാതെ പോയി. ആരാണ് അദ്ദേഹം? പാണ്ഡവർക്കും കൗരവർക്കും പിതൃ സഹോദരൻ, സർവ്വധർമ്മശാസ്ത്രങ്ങളും അറിഞ്ഞവൻ, അജയ്യനായ ധനുർധാരി വിതുരർ. മാണ്ഡവ്യ മഹർഷിയിൽ നിന്നും ലഭിച്ച ശാപത്തെ ഹനിക്കുവാൻ സാക്ഷാൽ യമധർമ്മ രാജാവ് ഭൂമിയിലെടുത്ത മനുഷ്യജന്മമാണ് വിതുരർ. സീതാദേവിയെ നേടുവാൻ ശ്രീരാമചന്ദ്രൻ വില്ലൊടിച്ച കഥ നമ്മളിൽ എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ വിതുരർ തന്റെ ശക്തമായ വില്ലൊടിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർമ്മഋഷി ഒരു നാൾ ബ്രഹ്മദേവനെ ധ്യാനിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ തപസ് വളരെ കാലം നീണ്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിന് ചുറ്റും ചിതൽപുറ്റ് വന്ന് നിറഞ്ഞു. അതിന്റെ മുകളിലായി ഒരു മുളയും വളർന്നു വന്നു. കാലങ്ങൾ കഴിഞ്ഞു. മഹർഷിയുടെ തപസ്സിൽ തൃപ്തനായ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി. അദ്ദേഹം ആവശ്യപ്പെട്ട വരവും നൽകി. അതേസമയമാണ് ബ്രഹ്മദേവൻ മഹർഷിയുടെ ശരീരത്തിന് ചുറ്റും വളർന്ന ചിതൽപുറ്റിൽ നിൽക്കുന്ന മുളയെ ശ്രദ്ധിക്കുന്നത്. മഹർഷിയുടെ താപസ ശക്തിയിൽ ആ മുള വളരെ ശക്തമായ ഒന്നായി മാറിയിരിക്കുന്നു. ബ്രഹ്മദേവൻ ആ മുളയിൽ നിന്ന് 2 ശക്തമായ ധനുസുകൾ തീർക്കുന്നു, പിനാകവും ശാരംഗവും. അതിൽ പിനാകം മഹാദേവനും ശാരംഗം നാരായണനും നൽകി. അങ്ങനെയാണ് മഹാദേവൻ പിനാകപാണിയായത്, നാരായണൻ ശാരംഗപാണിയും. ഇതിൽ ശാരംഗത്തിന് സമമായ ധനുസാണ് ഗോവർദ്ധനം. വിതുരരുടെ കുട്ടിക്കാലത്ത് അളവ് കടന്ന വിഷ്ണുഭക്തിയിൽ സംപ്രീതനായ നാരായണൻ നേരിട്ട് പ്രത്യക്ഷനായി വിതുരർക്ക് നൽകിയ സമ്മാനമാണ് ഗോവർദ്ധന ധനുസ്. ഈ ധനുസുമായി നിൽക്കുന്ന വിതുരരെ പരാജയപ്പെടുത്തണമെങ്കിൽ ശ്രീനാരായണനോ ശ്രീ മഹാദേവനോ മാത്രമേ സാധിക്കുകയുള്ളൂ. വിതുരർ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്താൽ അദ്ദേഹത്തെ നേരിടുവാൻ താൻ യുദ്ധത്തിൽ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ സാക്ഷാൽ വാസുദേവ കൃഷ്ണൻ തന്നെ ഇറങ്ങേണ്ടി വരും. ഇത് നന്നായി അറിയാമായിരുന്ന ഭഗവാൻ അത് ഒഴിവാക്കുവാൻ ഒരു ഉപായം കണ്ടെത്തുന്നു. ശ്രീകൃഷ്ണൻ യുദ്ധത്തിനു മുമ്പായി സമാധാന ചർച്ച നടത്തുവാൻ വേണ്ടി ഹസ്തിനാപുരത്തിൽ പോകുവാൻ തീരുമാനിക്കുന്നു. ഈ വിഷയം മുൻകൂട്ടി അറിഞ്ഞ കൗരവർ അദ്ദേഹത്തിന് വലിയ ഒരു രാജവിരുന്ന് ഒരുക്കുന്നു. എന്നാൽ അതിനെയെല്ലാം കൃഷ്ണൻ അവഗണിച്ചു നേരെ പോയത് വിതുരരുടെ ഗൃഹത്തിലേക്കാണ്. അദ്ദേഹം വിശ്രമിച്ചതും ആഹാരം കഴിച്ചതും എല്ലാം അവിടെ നിന്നുമാണ്. ഈ ഒരു കാര്യം ദുര്യോധനനെ വല്ലാതെ കോപിഷ്ഠനാക്കി. ഇളയച്ചൻ വിതുരർ പാണ്ഡവരുടെ പക്ഷം ചേർന്നിരിക്കുന്നു എന്ന സംശയത്തിന്റെ വിത്ത് ദുര്യോധനന്റെ മനസ്സിൽ പാകുവാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ വിതുരരുടെ ഗൃഹത്തിലേക്ക് പോയത് തന്നെ. ആ ഉപായം ഫലം കണ്ടു. പിറ്റേ ദിവസം സഭയിൽ കൃഷ്ണൻ പാണ്ഡവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരംഭിച്ചു. വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്ന പാണ്ഡവർക്ക് 5 രാജ്യം തരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എങ്കിൽ 5 ഗ്രാമങ്ങൾ അവർക്ക് നൽകുക. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം നമുക്ക് ഒഴിവാക്കാം. എന്നാൽ ദുര്യോധനൻ പറഞ്ഞു, 5 ഗ്രാമങ്ങൾ പോയിട്ട് അവർക്ക് ഒരു തൊണ്ട് ഭൂമി പോലും ഞാൻ നൽകില്ല. ആരെവിടെ? ഈ വാസുദേവ കൃഷ്ണനെ തുറുങ്കിലടയ്ക്കൂ. ഇത് കേട്ടതും വിതുരർ എഴുന്നേറ്റു. അരുതുകുമാര, അദ്ദേഹം ദൂതനായി വന്നതാണ്. അദ്ദേഹത്തെ വെറുതെ വിടൂ. ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് വിതുരരുടെ മേൽ കൊടും കോപത്തിൽ ഇരുന്ന ദുര്യോധനന്റെ കാതിൽ വിതുരരുടെ ശബ്ദം വീണതും സർവ്വനിയന്ത്രണവും നഷ്ടമായ ദുര്യോധനൻ അലറി, വെറുമൊരു ദാസിയുടെ മകനായ താങ്കൾക്ക് രാജകുമാരനായ എന്നെ ഉപദേശിക്കുവാൻ എന്ത് യോഗ്യതയാണുള്ളത്? ദുര്യോധനന്റെ വാക്കുകൾ കേട്ട എല്ലാവരും നടുങ്ങി. എന്നാൽ ആരും തന്നെ എതിർത്ത് സംസാരിച്ചില്ല. മഹാരാജാവായ ധൃതരാഷ്ട്രർ പോലും ശബ്ദിച്ചില്ല. അത്രയും വലിയ സഭയിൽ തന്റെ മാതാവ് അപമാനിക്കപ്പെട്ടു എന്ന് കണ്ട വിതുരർക്ക് തന്റെ കോപം അടക്കുവാൻ കഴിഞ്ഞില്ല. വിതുരർ നാരായണൻ തനിക്ക് സമ്മാനിച്ച ശക്തമായ ഗോവർദ്ധന ധനുസ് കയ്യിലേന്തി. ഇത് കണ്ട കൃഷ്ണൻ പറഞ്ഞു, ദുര്യോധന, നീ നിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ നിന്റെ ഇളയച്ചന്റെ കൈകളാൽ നിനക്ക് യമലോകം അണയേണ്ടി വരും. കൃഷ്ണന്റെ വാക്കുകൾ ശ്രവിച്ച സമയമാണ് വിതുരർക്ക് തന്റെ സ്ഥലകാല ബോധം തിരികെ ലഭിച്ചത്. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ നടന്നു. അജയ്യമായ ഗോവർദ്ധന ധനുസിനെ വിതുരർ 2ആക്കി ഒടിച്ച് താഴെയിട്ടു. എന്നിട്ട് ദുര്യോധനന് നേരെ തിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദുര്യോധന, നീ നടത്തുവാനിരിക്കുന്ന ധർമ്മയുദ്ധത്തിൽ നാം ഒരിക്കലും പങ്കെടുക്കില്ല. എന്റെ ആയുധവും നിനക്ക് ഉപകാരപ്പെടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച വിതുരർ കൊടും കോപത്തിൽ ആ സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ മഹാഭാരതത്തിന്റെ മൊത്തം കഥയും മാറുമായിരുന്നു. വിതുരർ യുദ്ധത്തിൽ ഇറങ്ങിയാൽ അദ്ദേഹത്തെ എതിരിടുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. അല്ല എങ്കിൽ ഒരേയൊരു മാർഗം, ആയുധമേന്തില്ല എന്ന തന്റെ വാക്കുകളെ മറന്ന് ഭഗവാൻ തന്നെ യുദ്ധത്തിൽ ഇറങ്ങേണ്ടി വന്നേനെ. ആരാണ് ശക്തൻ, മികച്ച യോദ്ധാവ് എന്ന ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങളും ന്യായങ്ങളും പറയുന്നുണ്ട്. എങ്കിലും ഏറ്റവും ശക്തൻ വിതുരർ മാത്രമാണ്.